ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എൻട്രി ഫയലിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ 2 പാർട്ട് വീഡിയോകളും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായി അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ബിക്കോസ് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിൽ നമ്മൾ ചോദ്യം പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ബിക്കോസ് മെയിൻസ് പരീക്ഷയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട് അല്ലേ. മോഡേൺ മാനേജ്മെന്റ് തോട്ടിന്റെ പിതാവാണ്, അല്ലെങ്കിൽ ആധുനിക മാനേജ്മെന്റ് ചിന്തകളുടെ പിതാവാണ് ഹെൻറി ഫൊയൽ എന്ന് പറയുന്ന ഫ്രഞ്ച് എഞ്ചിനീയർ. അദ്ദേഹം പിന്നീട് മാനേജ്മെന്റ് വിദഗ്ധനാവുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ 14 തത്വങ്ങളാണ് മാനേജ്മെന്റിന്റെ അടിത്തറ, മോഡേൺ മാനേജ്മെന്റിന്റെ അടിത്തറ. നമ്മൾ ഇന്ന് ആ തത്വങ്ങളുടെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. സോ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കഥകളിൽ കൂടെയും അല്ലെങ്കിൽ സിനിമാ കഥകളിൽ കൂടെയൊക്കെ പഠിക്കാം. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഹിസ്റ്ററി, എക്കണോമിക്സ്, അതൊക്കെയായി ലിങ്ക് ചെയ്ത് പഠിക്കാം. ഇവിടെയും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോറടി ഇല്ലാതെ പഠിക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഫിലിം കണ്ടോ? ഹോളിവുഡിൽ ഹിറ്റായ ഒരു ഫിലിമാണ് ഹിഡൻ ഫിഗേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ്. കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണുക. നല്ല ബ്യൂട്ടിഫുൾ സിനിമയാണ്. ഒരു ഓർഗനൈസേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം, അവിടെ ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾസിന്റെ പ്രസക്തി എന്താണെന്നൊക്കെ ഈ സിനിമയിൽ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നാസ അല്ലെങ്കിൽ ആസ്ട്രോണോമി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തീമായിരിക്കും. ഈ സിനിമ കണ്ടു നോക്കുക. എവിടെയാണ് നമ്മുടെ സിലബസിൽ ഈ ഫിലിം യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും നമ്മുടെ ക്ലാസ് നോട്ട്സ്, ഇന്നത്തെ അടക്കമുള്ള ക്ലാസ് നോട്ട്സ് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക കേട്ടോ. കമന്റ് സെക്ഷനിൽ അതിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഡെയിലി അവിടെ ഇടുന്ന മോക്ക് ടെസ്റ്റുകൾ പരമാവധി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻട്രി ഫയോളിന്റെ ബാക്കി തത്വങ്ങളാണ്. 10 മുതൽ 14 വരെയുള്ള പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പഴയ കുറെ പ്രിൻസിപ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, അല്ലെ, പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് കുറച്ച് അഡീഷണൽ ഡേറ്റ നമുക്ക് പഠിച്ചിട്ട് ഈ ഒരു സെക്ഷൻ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഇവിടെ തീരത്തില്ല കേട്ടോ. ജസ്റ്റ് ഒരു ചിന്തകന്റെ പ്രിൻസിപ്പിൾസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ധാരാളം ചിന്തകനുണ്ട്. ചാണക്യൻ സഹിതം നമ്മൾ പഠിക്കണം. അപ്പൊ ഇവിടെ 10ാമത്തെ തത്വമാണ് ഓർഡർ. നമ്മൾ മലയാളത്തിൽ ക്രമം എന്നൊക്കെ പറയും. എന്ത് ചെയ്യുന്നതിന് ഒരു ഓർഡർ വേണം, ഒരു കൃത്യമായിട്ടുള്ള അച്ചടക്കമുള്ളൊരു ക്രമം വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിരുന്നു, എന്താ? ഡിസിപ്ലിൻ. അതിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ്. ഉദാഹരണത്തിന്, ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഓർഡറിൽ പ്ലേസ് ചെയ്തിരിക്കണം. റിസോഴ്സസ്, ഇപ്പൊ നിങ്ങളൊരു എന്താ പറയാ, കപ്പൽ ഓടിക്കുവാണെങ്കിൽ കപ്പലിന് വേണ്ടുന്ന കൽക്കരി എഞ്ചിന്റെ അടുത്ത് തന്നെ സ്റ്റോർ ചെയ്യണ്ടേ? അല്ലാതെ കപ്പലിന്റെ ഡെക്കിൽ സ്റ്റോർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് അറേഞ്ച് ചെയ്യുമ്പോൾ റിസോഴ്സസ്, വിഭവങ്ങൾ, അത് എന്താണെങ്കിലും അത് അറേഞ്ച് ചെയ്യുമ്പോൾ കൃത്യമായ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്യുക. അത് ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിലും മെറ്റീരിയൽ റിസോഴ്സ് ആണെങ്കിലും മോണിറ്ററി റിസോഴ്സ് ആണെങ്കിലും അങ്ങനെ ഐഡന്റിഫൈ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ എന്താ? മനുഷ്യന്മാർ. ഇപ്പം ഒരു ഓഫീസിൽ സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റിയെ നമ്മൾ എവിടെ ഡിപ്ലോയ് ചെയ്യേണ്ടത്? ഓഫീസിന്റെ മുന്നിലല്ലേ. റിസപ്ഷനിസ്റ്റ് ഓഫീസിൽ കയറുമ്പോൾ റിസപ്ഷനിസ്റ്റ് ആണ്. സിഇഒ അല്ലെങ്കിൽ മാനേജേഴ്സ്, ബാക്കി എംപ്ലോയീസ് ഒക്കെ അതിനകത്തായിരിക്കും. സെക്യൂരിറ്റി നിർത്തുന്ന സ്ഥാനത്ത് സിഇഒയെ കൊണ്ട് നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ സിഇഒ ഇടി കൊണ്ട് അവിടെ കിടക്കും. അപ്പം നമ്മൾ കൃത്യമായി ആൾക്കാരെ ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിലും മോണിറ്ററി റിസോഴ്സ് ആണെങ്കിലും മെറ്റീരിയൽ റിസോഴ്സ് ആണെങ്കിലും ഏത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായ ഒരു ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ ആ റിസോഴ്സ് മിസ്യൂസ് ചെയ്യപ്പെടും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇഷ്ടം പോലെ റിസോഴ്സ് ഉണ്ട് അല്ലെ. തോക്കുണ്ട്, ജീപ്പുണ്ട്, വെപ്പൺസ് ഉണ്ട്, പണമുണ്ട്, പല റിസോഴ്സും ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വെപ്പൺസ് സൂക്ഷിക്കുന്നുണ്ട്. ആയുധങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വേണം സൂക്ഷിക്കാൻ. ഈ പോലീസുകാര് ഈ ആയുധങ്ങളൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചാലോ? അതിന് മെറ്റീരിയൽ റിസോഴ്സ് ആണ്. അത് എന്തെല്ലാം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. പോട്ടെ, പോലീസിന്റെ ഔദ്യോഗിക വാഹനം, ഒരു സ്റ്റേഷന്റെ CI, ആ CIയുടെ അമ്മായിയപ്പന്റെ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് പോലീസിന്റെ ഔദ്യോഗിക വാഹനം അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്താ? റിസോഴ്സ് ഇടേണ്ടത് എവിടെ? പോലീസ് സ്റ്റേഷൻ വിസിനിറ്റിയിലാണ്, കോമ്പൗണ്ടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വിസിനിറ്റിയിലായിരിക്കണം. പക്ഷെ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് കഴിഞ്ഞാൽ അതിന്റെ മിസ്യൂസ്, ദുർവിനിയോഗത്തിന് കാരണമാകും. അപ്പൊ നമ്മൾ ഇത്ര എക്സാമ്പിൾസ് എടുത്തു വെച്ച് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ അല്ലെ. ഇതൊക്കെ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്നൊരു തിയറി ഉണ്ട്. മാനേജ്മെന്റിന്റെ ശാസ്ത്രീയമായ ഒരു സ്റ്റഡിയാണത്.
അതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം. സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയുടെ നെടുന്തൂണുകളിൽ ഒന്നാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരുപക്ഷെ വരാം, അല്ലെ? ഓർഡർ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്ന സ്റ്റേറ്റ്മെന്റ് ഇത് വരും. +2 ബിസിനസ് സ്റ്റഡീസിനകത്ത് ഇതിനൊക്കെ വരെ വിശാലമായി കൊടുത്തിട്ടുണ്ട്. നമുക്കത് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഏത് ഓർഗനൈസേഷനകത്താണെങ്കിലും ഇത്തരം മെറ്റീരിയൽ റിസോഴ്സുകളും സോഷ്യൽ റിസോഴ്സും കൃത്യമായിട്ട് ഓർഡർ ചെയ്യണം. എന്താണ് അവിടെ വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഓർഡർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിനെ പറ്റി ഫയോൾ, നമ്മുടെ മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ് ഹെൻറി ഫയോൾ, അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്. പീപ്പിൾസ് ആൻഡ് മെറ്റീരിയൽസ് ഷുഡ് ബി സ്യൂട്ടബിൾ പ്ലേസ്ഡ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈംസ് ഫോർ മാക്സിമം എഫിഷ്യൻസി. കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്ലേസ് ചെയ്യണം. നിങ്ങൾ ഉദാഹരണത്തിന് ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കൺവെയർ ബെൽറ്റ് കാണാം. നമ്മളെ സിനിമയിലൊക്കെ കണ്ടല്ലോ, ചാർലി ചാപ്ലിൻ സിനിമയിലൊക്കെ കണ്ടില്ലേ? ഒരു മെഷീൻസ് അസംബിൾ ചെയ്യുന്ന എങ്ങനെ, ഒരാൾ ടയർ ഫിറ്റ് ചെയ്യും, ഒരാൾ ബോഡി പെയിന്റ് അടിക്കും, ഒരാൾ മറ്റേ ചെയ്യും, ഒരാൾ മറിച്ച് ചെയ്യും. അപ്പൊ ഇതിൽ കൃത്യമായ ഓർഡർ ഉണ്ട്. അപ്പൊ ഒരു കാറിന്റെ ബോഡി വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും അവസാനമായിരിക്കും പെയിന്റ് അടിക്കുക, അല്ലെങ്കിൽ മുമ്പായിരിക്കും പെയിന്റ് അടിക്കുക. അപ്പൊ കൃത്യമുള്ള ഓർഡർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എഞ്ചിൻ വെക്കുന്നതിന് മുമ്പ് ടയർ ഫിറ്റ് ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ കൃത്യമായി ബോഡി, എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്ന, ടയർ ഫിറ്റ് ചെയ്യുന്ന, അങ്ങനെ വേണം അതിന് ഓർഡർ പോകാൻ. എന്നാൽ മാത്രമേ മാക്സിമം എഫിഷ്യൻസിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ 2 കീവേഡുകളാണ് പഠിച്ചത്, മെറ്റീരിയൽ ഓർഡറും സോഷ്യൽ ഓർഡറും. മെറ്റീരിയൽ ഓർഡർ എന്ന് വെച്ചാൽ എന്താ? എല്ലാ മെറ്റീരിയൽസിനും, ഈ പറഞ്ഞ മെറ്റീരിയൽസിന് കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ടായിരിക്കണം. സോഷ്യൽ ഓർഡർ എന്ന് വെച്ചാൽ കൂടുതൽ മനുഷ്യന്മാരുമായിട്ട് റിലേറ്റ്, നമ്മുടെ റിസപ്ഷനിൽ തന്നെ ഇരിക്കണം. സെക്യൂരിറ്റി, കോമ്പൗണ്ടിന് സെക്യൂരിറ്റി കൊടുക്കണം. സിഇഒയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും പുറത്തായിരിക്കും, അകത്തായിരിക്കും, ഓർഗനൈസേഷൻ അകത്തായിരിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡർ ഇല്ല എന്നുണ്ടെങ്കിൽ പണി പാളും. ഒരു കാറ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. കാർ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് കാറിലടിക്കാൻ പെട്രോൾ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ മെഷീൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കൺവെയർ ബെൽറ്റിൽ പ്ലേസ് ചെയ്ത് വെക്കണം. മോഡേൺ സ്റ്റഡീസ് ഉണ്ട്. ഈ ഓർഡർ എന്ന് പറയുന്ന ഇതിന്റെ ഒരു ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഇപ്പൊ മാറിയിട്ട് ഇതിപ്പോ വലിയ വർക്ക് ഫ്രം ഹോം ആണല്ലോ. വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ ഈ വർക്ക് ഫ്രം ഹോം നടത്തുമ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഓർഡർ കീപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് ഇപ്പൊ നടക്കുന്നുണ്ട്. ധാരാളം കേസ് സ്റ്റഡീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വർക്ക് ഫ്രം ഹോം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു പ്രോപ്പർ ഓർഡർ ഹെൻറി ഫയോൾ പറഞ്ഞത് കീപ്പ് ചെയ്യാൻ പറ്റുമോ? സർവീസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കൺസൾട്ടൻസി സെക്ടേഴ്സിൽ പലപ്പോഴും സാധിക്കാറുണ്ട്. പക്ഷെ സെക്കൻഡറി സെക്ടേഴ്സ്, ഇപ്പം മാനുഫാക്ചറിങ് പോലുള്ള സെക്കൻഡറി സെക്ടേഴ്സിൽ സാധിക്കാറില്ല. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമാണ്, അഡ്മിനിസ്ട്രേഷൻ സൈഡിലെ ആൾക്കാർ മാത്രമാണ് ഓഫ്ലൈനിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇതൊരു ടീച്ചിങ് അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രീസിലൊക്കെ ഇത് നടത്താവും, കുഴപ്പമില്ല. പക്ഷേ ഒരു കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ സർവീസസ്, ഹോസ്പിറ്റൽ കേസിലോ നടക്കില്ല. അത് കൃത്യമായിട്ടും നമ്മൾ വർക്ക് ഫ്രം ഓഫീസ് തന്നെയാണ് അവിടെ വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോ സെക്ടേഴ്സ്, പ്രൈമറി, സെക്കൻഡറി, ഇപ്പൊ കൃഷി വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഫീൽഡിൽ തന്നെ ചെയ്യണം. അപ്പൊ ഓരോ സെക്ടേഴ്സ് ഓഫ് എക്കണോമി മാറുന്നതനുസരിച്ച് ഈ ഓർഡറിന്റെ പെർമ്യൂട്ടേഷനിലും കോമ്പിനേഷനിലും ഒക്കെ ധാരാളം ഡിഫറൻസ് വരും. അപ്പം പണ്ട് ഹെൻറി ഫയോൾ പറഞ്ഞ കാര്യം മറക്കല്ല, ഈ സിദ്ധാന്തങ്ങളൊന്നും ആബ്സല്യൂട്ട് അല്ല. ഇതിൽ ചില ഫ്ലെക്സിബിലിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 11ാമത്തെ പോയിന്റ് ആണ് ഇക്വിറ്റി. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിനിമ ഹിഡൻ ഫിഗേഴ്സ് എന്നൊരു സിനിമ വരുന്നത്. ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഇക്വാളിറ്റി എന്താണെന്നറിയാം. തുല്യത എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇക്വാളിറ്റിക്കും അതീതമായ ഒരു കോൺസെപ്റ്റ് ആണ് ഇക്വിറ്റി. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 പേര് ബോക്സിംഗ് മാച്ചിന് പോകുന്നു, ഒളിമ്പിക്സിൽ ബോക്സിങ്ങിന് പോകുന്നു ഇരിക്കട്ടെ. 50 കിലോ ഉള്ള ഒരാളെയും 100 കിലോ ഉള്ള ഒരാളെയും ഒരുമിച്ച് നമുക്ക് മത്സരിപ്പിക്കാൻ പറ്റുമോ? എല്ലാവരും ഈക്വൽ അല്ലേ? എന്നാൽ ഇവർ ഒരുമിച്ച് മത്സരിക്കട്ടെ, ഇവർക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ വേണ്ട, രണ്ടുപേരും ഒരുമിച്ച് മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാളിറ്റിയുടെ പരിപ്രേക്ഷ്യത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ ഇക്വിറ്റി ആണോ? അല്ല. അപ്പൊ അത് വെയിറ്റ് കാറ്റഗറീസ് ഉണ്ടല്ലേ, വെയിറ്റ് കാറ്റഗറീസ് കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ്നെസ്, ദയയും ജസ്റ്റിസ്, ന്യായവും ചേരുന്ന ഒരു മേഖലയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി ഇത് നമ്മുടെ ആർട്ടിക്കിൾ 14-ലും 15-ലും ഒക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 14 എന്താ? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, വിവേചനമില്ലായ്മയാണ് പറയുന്നത്. ഇതിന് തത്തുല്യമായ മാനേജ്മെന്റ് സങ്കല്പമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന ഒറ്റ കാര്യമുള്ള ഒരു ഓർഗനൈസേഷനിൽ
എല്ലാ എംപ്ലോയീസിനെയും ഈക്വലായിട്ടും റെസ്പെക്ട്ഫുള്ളുമായിട്ടും തന്നെ ട്രീറ്റ് ചെയ്യണം. ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഡിസ്ക്രിമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ആ കമ്പനിക്ക് തന്നെയാണ് ദോഷം. ഉദാഹരണത്തിന് ഈ സിനിമയിൽ കാണിക്കുന്നത് ഈ ഫിലിം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ത്രീകൾ കണ്ടിരിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണത്. ഇതിൽ നാസ സയന്റിഫിക് ആക്ടിവിറ്റീസ് നടത്തുന്നു. നാസയിലെ മിടുമിടുക്കികളായ 3 വർക്കേഴ്സാണ് ഇവര്. പക്ഷെ ഇവര് കറുത്ത വർഗ്ഗക്കാരാ. അന്നത്തെ കാലത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ള വിവേചനം നിലനിന്നിരുന്നു. അതുകൊണ്ട് ഇവർ പല വിവേചനം ആ ഓർഗനൈസേഷൻ അനുഭവിച്ചു. അത് കാരണം ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റുന്നില്ല. നല്ല മിടുക്കികളാണ് പക്ഷെ ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷനാണ് എൻഡ് ഓഫ് ദി ഡേ നഷ്ടം സംഭവിക്കുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ഓർഗനൈസേഷനും നിലനിൽപ്പുള്ളൂ. ആ ബെസ്റ്റ് ടാലന്റ് പുറത്ത് വരണമെങ്കിൽ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിലുള്ള വിവേചനം അവിടെ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇക്വിറ്റി എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പഴയ സിവിൽ സർവീസസ് എടുക്കുക. പഴയ സിവിൽ സർവീസസ് ബ്രിട്ടീഷുകാരുടെ സമയത്തെ സിവിൽ സർവീസ് ആയിരുന്നു സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ്, അല്ലെ? ലോർഡ് ലിറ്റൺ കൊണ്ടുവന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ്. നമുക്കറിയാം, സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് എന്താ സംഭവിച്ചത്? ഒരാൾക്ക് സിവിൽ സർവന്റ് ആവാൻ, അന്ന് ICS ആണ്, ഇന്ത്യൻ സിവിൽ സർവീസ് ആണ്, സിവിൽ സർവന്റ് ആവാൻ വലിയ ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവൻ രാജകുടുംബാംഗമോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ജന്മിമാരുടെയോ സാമീന്ദ്രന്മാരുടെയോ അപ്പൂപ്പന്റെ മക്കളോ വല്ലതും ആയാൽ മതി അവർക്കാവാം. കാര്യം ഷുഡ് ദേ ബിലോങ്സ് ടു എ റെപ്യൂട്ടഡ് ഫാമിലി, ഒരു അടിപൊളി ഭയങ്കര ഹൈ ക്ലാസ് ടാക്സ് പേയിങ് ഫാമിലി മെമ്പർ ആണെങ്കിൽ അവർക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് 8 വരെ പൊട്ടിയത്. ലിറ്റൺ കൊണ്ടുവന്ന ഏറ്റവും വലിയ മണ്ടൻ പരിഷ്കാരം അതായിരുന്നു. ഒട്ടും എഫിഷ്യൻസി ഇല്ലാത്ത ഒരു സിവിൽ സർവീസ് റെജിമെന്റിനെ അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. എന്തുകൊണ്ടാ? അദ്ദേഹം ഇക്വിറ്റി എന്ന് പറയുന്ന മാനേജ്മെന്റ് കോൺസെപ്റ്റോടെ ബ്രേക്ക് ചെയ്തു. യെസ്, ഇതൊരു 1916-15 പീരീഡിലാണ് ഈ ഒരു കോൺസെപ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എല്ലാം ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കാൻ എളുപ്പമാണ്. അപ്പൊ അതൊരു മാനേജ്മെന്റ് സ്ട്രക്ചർ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അത് പൊളിഞ്ഞുപോയി. അതിന്റെ റീസൺ ഇതാണ്, ഇക്വിറ്റി കീപ്പ് ചെയ്തില്ല. ഇന്ന് സിവിൽ സർവീസ് എങ്ങനെയാ? ഇന്ന് സിവിൽ സർവീസിൽ കഴിവുള്ള ആർക്കും മത്സരിക്കാം, കഴിവുള്ള ആർക്കും റാങ്ക് ലിസ്റ്റിൽ വരാം, കഴിവുള്ള ആർക്കും ജോലി കിട്ടും. അല്ലാതെ ഇന്ന മതത്തിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ സ്ത്രീ മത്സരിക്കില്ല, പുരുഷൻ മത്സരിക്കില്ല, അങ്ങനെയുള്ള വിവേചനം ഇന്ന് സിവിൽ സർവീസിൽ ഇല്ല. ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾക്ക് സിവിൽ സർവീസിലേക്ക് കയറാൻ പറ്റും, അല്ലെ? അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ചില എക്സെപ്ഷൻസ് പല കേസിലും ഉണ്ടായിട്ടില്ലെന്നല്ല പറയുന്നത്. പണ്ടത്തെ സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് റിയലി ബെറ്റർ നൗ, അല്ലെ? നമുക്ക് അംബേദ്കറിന്റെ ഒരു സ്റ്റോറി അറിയാം. എന്താണ് അംബേദ്കറിന്റെ സ്റ്റോറി? അംബേദ്കർ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ കയറുന്നു. അംബേദ്കർ വെള്ളം കുടിക്കുന്ന ആ ഒരു കപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കൂജയിൽ നിന്ന് മറ്റ് അധ്യാപകർ വെള്ളം കുടിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അംബേദ്കർ ദളിതനാ. ആ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന നെറികെട്ട സാമൂഹിക എന്താ പറയാ സിസ്റ്റം നിലനിന്ന ഒരു കാലഘട്ടം അത്. അപ്പൊ അതുകൊണ്ട് നഷ്ടമാർക്ക് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കോ ഇത്ര നല്ല അധ്യാപകനെ അവർക്ക് കിട്ടതായില്ലേ? പിന്നെ അദ്ദേഹം അതിനെ പഠിപ്പിച്ചത് വേറൊരു കാര്യം. അപ്പൊ അതൊക്കെ ഇക്വിറ്റി കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അധികകാലം നിലനിൽക്കാൻ ഒക്കത്തില്ല. ക്വാളിറ്റിക്കായിരിക്കണം എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെ? യെസ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 12ാമത്തെ മാനേജ്മെന്റ് തത്വം, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാ സർക്കാർ ഉദ്യോഗം ഇത്ര ലോയലായിട്ട് ഇത്ര ആത്മാർത്ഥത്തോടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്? ജോലി കിട്ടിക്കഴിഞ്ഞാൽ പെൻഷൻ ആവുന്നവരെ, വയസ്സാവുന്നവരെ ശമ്പളം വാങ്ങിക്കാം. യു ഹാവ് ദാറ്റ് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. പെട്ടെന്ന് നിങ്ങളെ പിരിച്ചുവിടാൻ ഒക്കത്തില്ല. നിങ്ങൾ അത്രയും വലിയ പോക്കൃത്തിലും കാണിച്ചാൽ പിരിച്ചുവിടാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു സെക്യൂരിറ്റിയാണ്. ഇത്രയും കാലം മാസം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും. ഒരു സേഫ്റ്റിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ഈ പരീക്ഷ വീണ്ടും തയ്യാറെടുക്കുന്നത്. എത്ര ലക്ഷം ആൾക്കാരായി പരീക്ഷ വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയേ. അത്രയും ലോയൽറ്റി നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു എക്സാമിനോട് കാണിക്കുന്നത്? ബിക്കോസ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഏതൊരു ഓർഗനൈസേഷനകത്താണെങ്കിലും അവിടുത്തെ വർക്കേഴ്സിന് ആ ഓർഗനൈസേഷൻ്റെ അടുത്ത് ലോയൽറ്റി വേണമെങ്കിൽ, ഒരു കടപ്പാടും കൂറും വേണമെങ്കിൽ, ദേ ഷുഡ് ഹാവ് എ സെൻസ് ഓഫ് ജോബ് സെക്യൂരിറ്റി. പലപ്പോഴും പ്രൈവറ്റ് സെക്ടർ ഇല്ലാത്ത ഇതാ ജോബ് സെക്യൂരിറ്റി. അവിടെ ശമ്പളം ഒരുപക്ഷെ എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. ഇവിടെ ട്വിറ്ററിന്റെ വരെ സിഇഒയുടെ എന്താ പറയാ ജോലി തെറിച്ചിട്ടുണ്ട്. ഇലോൺ മസ്ക് ജോലി തെറിപ്പിച്ചു, ഒരു രാത്രി കൊണ്ട് ഫയർ ചെയ്തു. അപ്പൊ അതിന് ജോബ് സെക്യൂരിറ്റി ഉണ്ടെങ്കിലായിരിക്കും ഒരാൾക്ക് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ ഒരു ആവേശം വരിക. അത് അയാളുടെ എഫിഷ്യൻസിയെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും. ഇത് കോൺട്രവേഴ്സ്യൽ ആണ് കേട്ടോ. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരെ പലപ്പോഴും ഉഴപ്പം നിന്നുകൊണ്ടാണ്. ആ പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും ജോലി അവിടെ തന്നെ കാണുമെന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷെ പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെയല്ല. പണിയെടുത്തെങ്കിൽ മാത്രമേ ജോലി കാണത്തുള്ളൂ, പിറ്റേ ദിവസം പറഞ്ഞു വിടും. അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ്
ആബ്സല്യൂട്ട് അല്ല. പല സ്ഥലത്ത് ഇതിന് എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പല സ്ഥലത്ത് ഈ ഒരു സിദ്ധാന്തം ബ്രേക്ക് ആവുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ജനറലി സ്പീക്കിംഗ് ഒരാൾ ഒരിടത്ത് വർക്ക് ചെയ്യുന്നു, അയാൾക്ക് ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ ജോബ് സെക്യൂരിറ്റി ഉള്ള വേറൊരു ജോലി തേടി പോകത്തല്ലേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. ഒരാളെ പോയി കഴിഞ്ഞാൽ പുതിയൊരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്ത് അയാളെ ട്രെയിൻ ചെയ്യിക്കണമെങ്കിൽ നല്ല പണിയാണ്. അത് ഓർഗനൈസേഷൻ തന്നെയാണ് നഷ്ടം. ഇതൊക്കെ കേസ് സ്റ്റഡി ബേസിസ് ആയിട്ടാണ് പറയുന്നത്. ഒരു 4-5 സോഴ്സ് റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം പോലുള്ള തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെക്യൂരിറ്റി ഓഫ് ടെനർ കൊടുക്കേണ്ടത് കമ്പനിയുടെയും കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് വരുന്നു, അയാൾ ട്രെയിനിങ് കൊടുക്കുന്നു, അയാൾ ജോലിക്ക് വരുന്നു, പിറ്റേ ദിവസം അയാൾ ജോലി ഇട്ടിട്ട് പോകുന്നു, പിന്നെ ട്രെയിനിങ് കൊടുത്തൊക്കെ വേസ്റ്റ് ആയില്ലേ. അതുകൊണ്ടാണ് പല കമ്പനീസും ബോണ്ട് ഒക്കെ വെക്കുന്നത് അല്ലെ. ഈ മോഡേൺ വേൾഡിൽ ഇതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം നടന്നത് 2021-22 പീരീഡിലാണ്. കാര്യം കോവിഡ് കഴിഞ്ഞ് അമേരിക്കയിലെ വർക്കേഴ്സ് കുറെ പേര് വർക്ക് കൾച്ചർ ഇഷ്ടപ്പെടാതെ പിന്നെ ഓട്ടോമേഷൻ വന്നതിന്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാർ ജോലി രാജിവെച്ച് പോയി. ആ ഒരു പീരീഡിന് അറിയപ്പെടുന്ന പേരാണ് ഗ്രേറ്റ് റെസിഗ്നേഷൻ. കാര്യം എന്തുകൊണ്ട്? അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽ ഇല്ല. എപ്പോൾ വേണമെങ്കിലും അവരെ ഏത് നിമിഷവും പുറത്താക്കാവുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അവർ സ്വയം രാജിവെച്ചിട്ട് വേറെ ജോലി തപ്പിപ്പോയി. അപ്പൊ ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഭയങ്കരമായി പിടിച്ചുലച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് സെക്യൂരിറ്റി ഓഫ് ടെനർ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ആത്മാർത്ഥത കുറയും എന്നുള്ളത് ഒരു സയന്റിഫിക് ഫാക്ട് തന്നെയാണ് അല്ലെ. എക്സാക്ട്ലി. നമുക്കിനി 2 പോയിന്റുകളും കൂടെ നോക്കാനുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു ടോപ്പിക് എൻഡ് ചെയ്യാം. 13ാമത്തെ പോയിന്റ് ആണ് ഇനിഷ്യേറ്റീവ്. ഇതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടെയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ സിലബസിനകത്തുണ്ട്. നമ്മുടെ സിലബസ് മൊത്തം കണക്റ്റഡ് ആണ്, പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത് മൊത്തം. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനകത്ത് ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇനിഷ്യേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലീഡേഴ്സിന്റെ ഒരു ക്വാളിറ്റി അതാ, അവർ ഫോളോവേഴ്സ് അല്ല, ഇനിഷ്യേറ്റേഴ്സ് ആണ്. അവര് ഒരു കാര്യം ചെയ്ത് തുടങ്ങുന്നവരായിരിക്കും, മറ്റുള്ളവർ അവരെ ഫോളോ ചെയ്യും. പുതിയൊരു ഐഡിയ അത് അവരായും കൊണ്ടുവരിക, മറ്റുള്ളവർ ആ ഐഡിയ കോപ്പി അടിച്ച് ചെയ്യും, അല്ലെങ്കിൽ അതിനെ അനുകരിക്കാൻ ശ്രമിക്കും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇനിഷ്യേറ്റീവ്. ഒരു കാര്യം ചെയ്ത് തുടക്കം ഇട്ട് വയ്ക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു കമ്പനി ഒരു പ്രോബ്ലം നേരിടുന്നു, എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കുന്നു. ചിലപ്പോൾ അതിനകത്ത് ഒരാൾക്കായിരിക്കും അതിന്റെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അയാൾ ആ ഒരു സൊല്യൂഷൻ പറയുന്നു, അയാൾ ആ ഇതിൽ വർക്ക് ചെയ്യുന്നു, അയാൾ അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഈ ഇനിഷ്യേറ്റീവ്സ് പൊതുവെ എടുക്കുന്നത് കമ്പനിയിലെ ടോപ്പ് ലെവൽ മാനേജേഴ്സോ അല്ലെങ്കിൽ അതിന്റെ സിഇഒ ആണ്. പക്ഷേ എൻട്രി ഫോയിൽ പറയുന്നൊരു കാര്യമുണ്ട്, എംപ്ലോയീസിനെ കൊണ്ട് ഇനിഷ്യേറ്റീവ് എടുപ്പിക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. കാര്യം അവരാണ് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. അവർക്കായിരിക്കും ഒരു പക്ഷേ സിഇഒയെക്കാളും കമ്പനിയുടെ പൾസ് അറിയാവുന്ന വ്യക്തികൾ അവരായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കര എന്താ പറയാ, ഒരു മോശപ്പെട്ട വർക്ക് കൾച്ചർ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ഇനിഷ്യേറ്റീവ്സ് കാണിക്കാൻ മടിക്കും. കാര്യം ഇത് പാളിപ്പോയാൽ ചിലപ്പോൾ ഒരു ജോലി പോകും. മനസ്സിലായില്ലേ? ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു മാർജിൻ ഓഫ് എറർ ഹൈ ആ. അല്ലെങ്കിൽ ഊട്ടിയെന്നുള്ള സിറ്റുവേഷൻ ചിലപ്പം. അതുകൊണ്ട് പലപ്പോഴും ഒരു ഐഡിയ പറയാനായിട്ട് ഭയങ്കരമായിട്ട് വിരക്തി കാണിക്കും. പക്ഷെ മാനേജേഴ്സിനെ ഇതിനെ മോട്ടിവേറ്റ് ചെയ്യണം. പലപ്പോഴും ഏറ്റവും നല്ല ഐഡിയ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹോയൽ ഇതിനെപ്പറ്റി പറഞ്ഞത്, ഇനിഷ്യേറ്റീവ്സ് ഈസ് ദ എബിലിറ്റി ടു സീ എ പേഴ്സൺ ടു സെറ്റ് എ പ്ലാൻ ആൻഡ് എൻഷുർ ഇറ്റ് സക്സസ്. ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക, അതിനെ വിജയത്തിലേക്ക് എത്തിക്കുക, ആ ഒരു പ്രോസസ്സിനെയാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാനേജേഴ്സ് മാത്രം കാണിച്ചാൽ പോരാ, ഓർഗനൈസേഷനിൽ എല്ലാവരും കാണിക്കണം. ഇതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഈ ഇനിഷ്യേറ്റീവ്സ് കാണിക്കുന്ന എംപ്ലോയീസ് ആണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി ടോപ്പ് അടിക്കുന്നത്. കോൺസെപ്റ്റ് ഇപ്പൊ ഇന്ത്യയിലെ പോലല്ലേ, ഇപ്പൊ അമേരിക്കയിൽ ഒരാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരൊറ്റ പോസ്റ്റിലാണ് കയറുന്നത്, ലോവസ്റ്റ് ലെവലിലാണ് കയറുന്നത്. അവരാണ് പിന്നെ കയറി ചീഫ് ഓഫ് പോലീസ് വരെ ആവുന്നത്. ഒരു 100 പേരുടെ ബാച്ച് പാസ് ഔട്ട് ആവുകയാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 10 ബാച്ചിനകത്ത് ഒരാളായിരിക്കും ചീഫ് ഓഫ് പോലീസ് ആവുന്നത്. കാര്യം ഇനിഷ്യേറ്റീവ്സ് കാണിക്കുന്ന ആൾക്കാർ, റിസ്ക് എടുക്കുന്ന ആൾക്കാർ ആ ഒരു ശ്രേണിയിൽ കയറി പോകും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്ത്യയിലുള്ള ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറഞ്ഞ് അപ്പർ ലെവൽ മാനേജ്മെന്റ് പൊസിഷനിലേക്ക് ഡയറക്ട്ലി അവിടെ പോലീസിനെ റിക്രൂട്ട് ചെയ്യാറില്ല. കയറുന്ന ആൾക്കാർ ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ അങ്ങനെ പോയാണ് ചീഫ് ആവുന്നത്. എല്ലാവരും ഒരേ ലെവലിൽ തന്നെയാണ് അവിടെ കയറുന്നത്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ ഇനിഷ്യേറ്റീവ് എന്ന ക്വാളിറ്റിയാണ് പ്രൊമോഷനെ അല്ലെങ്കിൽ കരിയർ ഗ്രോത്തിന് ഏറ്റവും അധികം ഓഗ്മെന്റ് ചെയ്ത ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ പല സ്റ്റഡീസും ഉണ്ട്. ഇത് ഏത് ഓർഗനൈസേഷനകത്താണെങ്കിലും ഇതാണ് അവസ്ഥ അല്ലെ. യെസ്, നമുക്കിനി ഏറ്റവും അവസാനത്തെ പ്രിൻസിപ്പിളിലേക്ക് പോകാം. ചോദ്യം വരെ ഏറ്റവും അധികം സാധ്യത ഇവിടുന്നാണ്.
ഇതൊരു ഇംഗ്ലീഷ് യൂസേജും കൂടിയാണ്, വൊക്കാബുലറിയിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം. ഇതൊരു ഫ്രഞ്ച് വാക്കാണ് അല്ലെ, എസ്പിരിറ്റ് ദ കോർപ്പ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എസ്പിരിറ്റ് ദ കോർപ്സ് എന്നൊക്കെ പറയും. എസ്പ്രി ദ കോർപ്പ് എന്നും ഇതിന്റെ പ്രൊണൗൺസിയേഷൻ പറയാറുണ്ട്. ഫ്രഞ്ച് ഉച്ചാരണമാണ്, നിങ്ങൾ എങ്ങനെയായാലും ഇത് പഠിച്ചാൽ മതി. ഒറ്റ സ്പിരിറ്റ്, സ്പിരിറ്റ് എന്നുള്ള വാക്ക് മാത്രം ഉദ്ദേശിച്ചാൽ മതി. സ്പിരിറ്റ്, ടീം വർക്കിന്റെ സ്പിരിറ്റ്. ഇപ്പൊ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിന് പല പരിമിതിയുണ്ട്, പക്ഷെ ടീമിന് ലിമിറ്റേഷൻ ഇല്ല എന്ന് പറയും. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പ്രോപ്പർ ടീം വർക്കാണ്. ഇപ്പൊ നമ്മുടെ കേസ് ആണെങ്കിലും അങ്ങനെ ഒരു പ്രോപ്പർ ടീമിന്റെ അധ്വാനമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ, നമ്മുടെ ഒരു എൻറ്റയർ എസ്റ്റാബ്ലിഷ്മെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിത്തൗട്ട് ടീം ദർ ഈസ് നത്തിങ്. അതുകൊണ്ടാണ് ഫ്രെഡ് ഓയിൽ പറഞ്ഞത് യൂണിറ്റി ആൻഡ് ഹാർമണി. എംപ്ലോയീസ് അല്ലെങ്കിൽ ടീംമേറ്റ്സിന് ഇടയ്ക്കുള്ള യൂണിറ്റിയും ഹാർമണിയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരാളെ മറ്റൊരാൾക്ക് പാര വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ പറ്റൂ? ഇല്ല. ഓർഗനൈസേഷൻ അവിടെ തകരും. ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആർമിയാണ്, പട്ടാളമാണ്. പട്ടാളത്തിലെ കോമ്പാക്ട് യൂണിറ്റ്സ് അല്ലെ, ഇൻഫാൻട്രി പോലെയുള്ള കോമ്പാക്ട് യൂണിറ്റ്സ്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവൻ പണയം വെക്കുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷൻ പോകുമ്പോൾ. ബിക്കോസ് അവിടെ ടീം ഈസ് ഫസ്റ്റ്, ടീം സ്റ്റാൻഡ്സ് ഫസ്റ്റ് എന്ന് പറയും. ടീമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്, ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് അല്ല. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ സെൽഫ്ലെസ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫോർ ദ കമ്പനീസ് ഇൻട്രസ്റ്റ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് തന്നെ മറ്റൊരു രീതിയിൽ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. ഒരു പോസിറ്റീവ് വർക്ക് കൾച്ചർ ഉള്ള മേഖലയിൽ മാത്രമേ, ആ ഒരു എൻവയോൺമെന്റ് ഉള്ളത് മാത്രമേ ഈ പ്രിൻസിപ്പിളിന് നിലനിൽപ്പുള്ളൂ. ഇതുണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷൻ വളരത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ വർക്ക് ഫ്രം ഹോം കൾച്ചറുള്ള സ്ഥലത്ത് അല്ലേ. ഇതിന് മ്യൂച്വൽ ട്രസ്റ്റ് വേണം, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് വേണം, സർവോപരി എംപതി വേണം. എന്താ എംപതി? എംപതി ഒരാളുടെ പ്രശ്നം മനസ്സിലാക്കി അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ക്വാളിറ്റിയാണ് എംപതി എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ, എന്താണ് എംപതിയുടെ ഓപ്പോസിറ്റ് എന്നുള്ളത്. യെസ്. ഇപ്പൊ എംപതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിമ്പതി നമ്മൾ ഒരാളെ കാണുമ്പോൾ അയ്യോ കഷ്ടം എന്ന് തോന്നുന്നതാണ് സിമ്പതി. എംപതി മീൻസ് നമ്മൾ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു തുടങ്ങും, അയാളുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കുക എന്ന് പറയും. സിമ്പതിയുടെ അപ്പുറമുള്ള കുറേ വലിയൊരു കോൺസെപ്റ്റാണ് എംപതി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ചർച്ച ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സിമ്പതി വേഴ്സസ് എംപതി, എത്തിക്സ് വേഴ്സസ് മൊറാലിറ്റി, കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ അരച്ചിറങ്ങി പഠിക്കാം. അപ്പൊ തൽക്കാലം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇതൊരു ഫ്രഞ്ച് വാക്കാണ്. കാര്യം ഫ്രെഡ് ഓയിൽ ഫ്രഞ്ചുകാരനായിരുന്നല്ലോ. അതെ. അപ്പൊ ഇത്രയും മാനേജ്മെന്റ് തത്വങ്ങൾ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, നമുക്ക് ജീവിതത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക കേട്ടോ. പ്രിലിംസ് പാസ്സായിട്ട് പഠിക്കാൻ നിൽക്കേണ്ട, പ്രിലിംസ് ഒക്കെ എല്ലാവരും പാസ്സാവും. ഒന്ന് ചെറിയ എഫേർട്ട് ഉണ്ടെങ്കിൽ പ്രിലിംസ് എല്ലാവരും പാസ്സാവും. മെയിൻസ് ആണ് നമുക്ക് തലവേദന അല്ലെ, അതാണ് ദ ഗെയിം ചേഞ്ചർ. അതുകൊണ്ട് തന്നെ മെയിൻസ് മുന്നിൽ കണ്ട് തന്നെ പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ കോഴ്സ് അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ ഒരു മെന്റർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മാത്രമല്ല, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സും ഉണ്ട്. SI സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോംബോ ബാച്ചുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, കമന്റ് സെക്ഷനിൽ നമ്പറിൽ, ഈ നമ്പറാണ് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ടെലിഗ്രാം മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കോഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. പ്രിലിംസ് കാര്യം മെയിൻസിന് 5 മാസമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിലിംസ് പരീക്ഷയ്ക്ക് 5 മാസമുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ ടോപ്പിക്കുകൾ ഞങ്ങൾ കുറച്ചൊക്കെ പഠിപ്പിച്ചൊക്കെ തുടങ്ങുവാണ്. കാര്യം നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലറിയാൻ വേണ്ടത് അതാണ്. പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് പഠിക്കാനുള്ള എല്ലാവരും ഇരിക്കുന്നത് അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോഴേ പഠിപ്പിച്ചൊക്കെ തുടങ്ങുവാണ്. ഓവർലോഡ് ആവത്തില്ല, കുറച്ച് ഇൻജക്ട് ചെയ്ത് തരികയാണ്. നിങ്ങൾ പോലും അറിയാത്ത രീതിയിലായിരിക്കും മെയിൻസിന്റെ ടോപ്പിക്കുകൾ അതിലേക്ക് നിങ്ങൾക്ക് ഇട്ടുതരിക. കുറേയൊക്കെ ടോപ്പിക് പ്രിലിംസിന് മുമ്പ് നമുക്ക് കവർ ചെയ്യാനും പറ്റും. ഓവർലോഡ് ആവാത്ത ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ധാരാളം ടീച്ചേഴ്സ് നമ്മുടെ ബാച്ചസിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കാം. ഇനി അടുത്ത ക്ലാസ് ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. താങ്ക് യു, ബൈ.